ഉറപ്പായിട്ടും അദ്ദേഹം വടകരയിൽ ജയിക്കുമായിരുന്നു. എന്താ കാര്യത്തിന് സംശയം? അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ ജയിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അദ്ദേഹം വടകരയ്ക്ക് ഇഷ്ടപ്പെട്ട ജനപ്രതിനിധിയായിരുന്നു. വടകരയിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അദ്ദേഹത്തിന് കൊടുത്ത സ്വീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു. പാർട്ടിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പാർട്ടി പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ നിന്നാൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പോ അദ്ദേഹത്തിന്റെ സ്ഥാനോ മാനത്തിനോ അപ്പുറത്തേക്ക് പാർട്ടിക്ക് ഒരു അനിവാര്യത വന്നപ്പോൾ ആ തീരുമാനം ഉൾക്കൊണ്ട് അദ്ദേഹം തൃശ്ശൂരിൽ പോയി വലിയൊരു ഫൈറ്റ് നടത്താൻ തീരുമാനിച്ചു. ആ ഫൈറ്റിൽ ഒരു പക്ഷെ തൃശ്ശൂർ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് പൊതുസമൂഹത്തിനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി 19 മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇവർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിസ്സംശയം അത് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, നിങ്ങളിവിടെ വന്നതിനുള്ള സ്നേഹം മാത്രമല്ല, അവിടെ തൃശ്ശൂർ ഒരു ഫൈറ്റിന് മുരളിയേട്ടൻ പിന്നെ ധൈര്യത്തോടെ ഇറങ്ങിത്തിരിച്ചതിനുള്ള പിന്തുണ കൂടിയാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് എന്നോട് വടകരക്കാർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വടകരയിൽ മത്സരിച്ചാൽ എന്തായാലും ജയിക്കുമായിരുന്നു, ഒരു സംശയവും ആ കാര്യത്തിനില്ല. അപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അപ്പൊ അതിന് പിന്നെ തക്കതായ തീരുമാനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന് കെ മുരളീധരനെ പോലൊരു നേതാവ് പറഞ്ഞാൽ, പൊതുപ്രവർത്തനം അദ്ദേഹത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതങ്ങനെ പിന്നെ വിട്ടുപോവാനോ മാറി നിൽക്കാനോ പറ്റിയ ഒന്നല്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുമുണ്ട്. പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും വേണ്ടി ആ തീരുമാനത്തിൽ നിന്ന് മാറാനുള്ള മനസ്സ് അദ്ദേഹവും കാണിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥനയും ഞങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ഒരു ആഗ്രഹവും ആ തരത്തിൽ തന്നെയുള്ളതാണ്. അദ്ദേഹം സജീവമായി കേരളത്തിലെ പിന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രാജ്യത്ത് തന്നെ നേതൃത്വം നൽകാൻ സീനിയോറിറ്റിയുള്ള ഒരാളാണ്. പൊതുപ്രവർത്തനത്തിൽ നിന്നും കെ മുരളീധരൻ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം പാർട്ടി പ്രവർത്തകർക്ക് ആലോചിക്കാൻ കഴിയില്ല, ജനങ്ങളും അത് അംഗീകരിക്കില്ല. ഒരു തെരഞ്ഞെടുപ്പിലെ തോൽവി കൊണ്ട് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച റിസൾട്ട് വന്നില്ല എന്നുള്ളത് കൊണ്ട് മാറി നിൽക്കേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ ആയിട്ടുള്ള ആളല്ല കെ മുരളീധരൻ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും പാർട്ടിയും മുന്നണിയുമാണ് നേതൃത്വം നൽകുന്നത്. തീർച്ചയായിട്ടും ഒരു പാർട്ടിക്കാരൻ എന്നുള്ള നിലക്കും അവിടെ നേരത്തെ MLA ആയിരുന്ന ഒരാളെന്നുള്ള നിലക്കും പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും, മുന്നണി പറയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യാൻ ആഗ്രഹിക്കും. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് UDF-ന് എന്ന് വെച്ചാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ലഭിച്ചതിനേക്കാൾ പിന്നെ പ്രസിഡന്റ് 1-2 ഇരട്ടി ലീഡ് UDF-ന് ഇപ്പോഴും പാലക്കാട്ടെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ ആരും വില കുറച്ച് കാണേണ്ടതില്ല. അപ്പൊ ഞങ്ങൾ വടകരയിൽ മത്സരിക്കാൻ പോയപ്പോഴത്തേക്കും ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? BJP-യുമായിട്ടുള്ള ധാരണയാണ്. BJP-യുടെ വോട്ട് വടകരയിൽ പിന്നെ ഞങ്ങൾ വാങ്ങാൻ പോവാണ് അത്രയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം. BJP-ക്ക് കഴിഞ്ഞ തവണ 80,000 ചില്ലാന വോട്ടാ കിട്ടി. ഇത്തവണ BJP-യുടെ വോട്ട് 1,20,000 അടുത്തേക്കാണ് ഉയർന്നത് വടകരയിൽ. അപ്പോ ഞങ്ങളെ എല്ലായിടത്തും തോൽപ്പിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ, അവരെ തോൽപ്പിക്കാനും ഞങ്ങളും ശ്രമിക്കുന്നുണ്ട്. പാലക്കാട്ടെ അത്തരം അന്തർധാരകളോ അങ്ങനത്തെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. നേരായി പാലക്കാട്ടെ ജനങ്ങളോട് കാര്യങ്ങൾ പറയും. അവിടെ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന സമയം തൊട്ട് ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുണ്ട്. പാലക്കാടിന് 1-2 മുഖ്യമന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അവരൊന്നും തരാത്ത ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ ഈ കബറിടത്തിൽ കിടക്കുന്ന ഒരാളാണ് പാലക്കാടിന് തന്നത്. അപ്പൊ അതൊന്നും പാലക്കാട്ടെ ജനങ്ങൾ അങ്ങനെ എളുപ്പത്തിൽ മറന്നു പോകുന്ന ഒന്നല്ല. അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, അവിടുത്തെ ജനതയുടെ ജനാധിപത്യ മതേതര ബോധം, അത് ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. വടകരയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കരുത്തായതും പാലക്കാട്ടെ ജനങ്ങളുടെ സ്നേഹം ഒരു ഘടകമായിരുന്നു. പാലക്കാട്ടെ ജനത പറഞ്ഞ നല്ല അഭിപ്രായം വടകരയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കരുതലായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും. അവിടെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അത് പാർട്ടിയാണല്ലോ, പാർട്ടി മുന്നണിയാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. ജയസാധ്യതയായിരിക്കും അതിന്റെ മാനദണ്ഡം, പ്രായമായിരിക്കില്ല. അവിടെ ജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തുകയും ചെയ്യും. അതിൽ തീർച്ചയായിട്ടും അനുകൂലമായ വിധിയെഴുത്ത് പാലക്കാട്ടെ ജനം ഞങ്ങൾക്ക് തരികയും ചെയ്യും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ പിന്നെ വടകരക്കാരനായിരുന്നില്ലല്ലോ, അതൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ല. ചിലപ്പം പാലക്കാട്ടുകാരനായിരിക്കും, ചിലപ്പോൾ പാലക്കാട്ടുകാരനല്ലായിരിക്കും, മലയാളിയാണ്.